നിങ്ങളുടെ തൊട്ടടുത്തുള്ള സഹകരണ ബാങ്കുകളിൽ ക്ലർക്ക് മുതൽ സെക്രട്ടറി വരെയുള്ള ജോലികൾ നേടാം. കേരളത്തിലെ 70 സഹകരണ ബാങ്കുകളിലായിട്ട് 200 ഒഴിവുകളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം വിനിയോഗിച്ച് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. വിശദമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ നോക്കാം. വേക്കൻസി: പോസ്റ്റ് 1 സെക്രട്ടറി 4 ഒഴിവുകൾ, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, മാനേജർ, ചീഫ് അക്കൗണ്ടൻറ്റ് 8 ഒഴിവുകൾ, ജൂനിയർ ക്ലർക്ക് കാഷ്യർ 162 ഒഴിവുകൾ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 3 ഒഴിവുകൾ, സിസ്റ്റം സൂപ്പർവൈസർ 2 ഒഴിവ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 19 ഒഴിവ്, ടൈപ്പിസ്റ്റ് 2 ഒഴിവ്. ഏജ് ലിമിറ്റ് ഡീറ്റെയിൽസ്: 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് അവസരമുള്ളത്. ഇത് ജനറൽ വിഭാഗക്കാർക്കുള്ള പ്രായപരിധിയാണ്. ഇതിനു പുറമെ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന വ്യക്തിക്കോ അവരുടെ അപ്രകാരമുള്ള മുതിർന്ന അംഗം മറ്റ് മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരുടെ കുട്ടികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവും അനുവദിക്കുന്നതായിരിക്കും. കൂടാതെ മറ്റ് പിന്നാക്ക വിഭാഗത്തിനും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന വിഭാഗങ്ങൾക്കും EWS 3 വർഷത്തെ ഇളവും, ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും, വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ: 1 സെക്രട്ടറി, HDC ആൻഡ് BMൽ ബിരുദം, അക്കൗണ്ടൻ്റായി 7 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിനു മുകളിലുള്ള തസ്തികയിൽ. 2 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSSC കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് അക്കൗണ്ടൻ്റായി 5 വർഷത്തെ പ്രവൃത്തി പരിചയമോ അതിനു മുകളിലോ സഹകരണ ബാങ്കിൽ ഉണ്ടായിരിക്കണം. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഫിനാൻസ് പ്രധാന വിഷയമായി MCOM അല്ലെങ്കിൽ ബാങ്കിംഗ് മേഖലയിൽ 3 വർഷത്തെ പരിചയവും സഹകരണ യോഗ്യതയും ഉള്ള ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരിൽ അംഗത്വം ഉണ്ടായിരിക്കണം. അടുത്തത് BCom സഹകരണം അക്കൗണ്ടൻ്റായി 7 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിനു മുകളിലുള്ള തസ്തികയും ഉണ്ടായിരിക്കണം. 2 അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടൻറ്റ്, മാനേജർ. ക്വാളിഫിക്കേഷൻ: എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSSC, MSSC അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികം ആക്കിയിട്ടുള്ളതും ആയ എല്ലാ വിഷയങ്ങളും ചേർത്ത് 50% മാർക്കിൽ കുറയാത്ത BCom ബിരുദം ഉണ്ടായിരിക്കണം. 3 ജൂനിയർ ക്ലാർക്ക് ആൻഡ് കാഷ്യർ, 10ാം ക്ലാസ് അഥവാ തത്തുല്യ യോഗ്യത, സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അടിസ്ഥാന യോഗ്യത ആയിരിക്കും. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് JDC, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ JDC തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത് BCom ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ വിജയകരമായി പൂർത്തീകരിച്ച സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSSC ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. 4 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. ക്വാളിഫിക്കേഷൻ: ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി, MCA, MSc.
3 വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യം. 5. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയം. 6. ടൈപ്പിസ്റ്റ് ആൻഡ് ജൂനിയർ ടൈപ്പിസ്റ്റ്. യോഗ്യത 10ാം ക്ലാസ് അഥവാ തത്തുല്യ യോഗ്യത. KGTE ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ. 7. സിസ്റ്റം സൂപ്പർവൈസർ. യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം PGDCA. സാലറി ഡീറ്റെയിൽസ്. സെക്രട്ടറി 32,600 തൊട്ട് 74,800 രൂപ വരെ. അസിസ്റ്റൻറ്റ് സെക്രട്ടറി, മാനേജർ ആൻഡ് ചീഫ് അക്കൗണ്ടൻറ്റ് 29,500 തൊട്ട് 69,250 രൂപ വരെ. ജൂനിയർ ക്ലർക്ക് ആൻഡ് കാഷ്യർ 18,300 തൊട്ട് 46,830 രൂപ വരെ. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 25,000 തൊട്ട് 62,000 രൂപ വരെ. സിസ്റ്റം സൂപ്പർവൈസർ 26,000 തൊട്ട് 62,000 വരെ. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 17,000 തൊട്ട് 46,000 രൂപ വരെ. ടൈപ്പിസ്റ്റ് 20,000 തൊട്ട് 51,000 രൂപ വരെ. അപേക്ഷാ ഫീസ്. പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും 180 രൂപയാണ് അപേക്ഷാ ഫീസ്. തുടർന്നുള്ള ഓരോ ബാങ്കിനും 50 രൂപ വീതം അധികമായി പരീക്ഷാ ഫീസ് അടയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 50 രൂപ മതി. അപേക്ഷാ ഫീസ് ഫെഡറൽ ബാങ്ക്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, കേരള ബാങ്ക് എന്നീ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിൽ ചെല്ലാൻ വഴി നേരിട്ട് അടയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിജ്ഞാപനം പരിശോധിക്കുക. സെലക്ഷൻ. കേരള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ്. എങ്ങനെ അപേക്ഷിക്കാം? താൽപ്പര്യമുള്ള അപേക്ഷകർ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുക. അപ്ലൈ ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. അതിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത അപേക്ഷാ ഫോം പ്രിൻ്റ് ഔട്ട് എടുക്കുക, പൂർണ്ണമായും പൂരിപ്പിക്കുക. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, പ്രായപരിധി, ജാതി, വിമുക്ത ഭടൻ, ഭിന്നശേഷിക്കാർ, വിധവ എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ ശരി പകർപ്പുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തി ഉള്ളടക്കം ചെയ്തിരിക്കണം. ജൂനിയർ ക്ലാർക്ക്, കാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷകൾ പ്രത്യേകം കവറുകളിലാക്കി നേരിട്ടോ തപാൽ മുഖേനയോ സെക്രട്ടറി, സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, ജവഹർ സഹകരണ ഭവൻ, 9th ഫ്ലോർ, DPI ജംഗ്ഷൻ, തൈക്കാട് PO, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. ബാക്കിയുള്ള എല്ലാ തസ്തികകളിലേക്കും ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജനുവരി 31 വൈകുന്നേരം 5 മണി വരെ. നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ഡിസംബർ 29 ഉച്ചയ്ക്ക് 1:30 മുതൽ 4 വരെ അഭിമുഖം നടത്തുന്നു. കൊമേഴ്സ്, മാത്സ്, എക്കണോമിക്സ് അധ്യാപകർ, കമ്പ്യൂട്ടർ സ്റ്റാഫ്, പാക്കറ്റീസ്, സെയിൽസ് അസോസിയേറ്റ്സ്, സൂപ്പർവൈസേഴ്സ്, SAP ട്രെയിനർ, ഫ്ലോർ മാനേജർ, സൂപ്പർവൈസേഴ്സ്, പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനേഴ്സ്, ലേബേഴ്സ്, ബില്ലിംഗ് അസോസിയേറ്റ്സ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്, കുക്ക്, ഹെൽപ്പേഴ്സ് തുടങ്ങിയവയാണ് ഒഴിവുകൾ. BSSC, MSSC മാത്സ്, MA എക്കണോമിക്സ്, BCA, MCA, BTech, SAP സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡിസൈനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, ഏതെങ്കിലും ബിരുദം, +2 ഡിപ്ലോമ, SSLC എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. പ്രതിഫലദായകവും ഉടനടിയുള്ളതുമായ തൊഴിലവസരമാണോ നിങ്ങൾ നോക്കുന്നത്? വിവിധ കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകൾ നോക്കാം.
പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതികളുടെ നിർവഹണത്തിനായി പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് തിരുവനന്തപുരം ഓഫീസിലേക്ക് കരാറടിസ്ഥാനത്തിൽ സീനിയർ അക്കൗണ്ടന്റിനെ നിയമിക്കുന്നു. യോഗ്യത 65 വയസ്സിന് താഴെയുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഓഡിറ്റർമാരെയോ അക്കൗണ്ടറായോ AG ഓഫീസിൽ നിന്ന് വിരമിച്ചവർക്കും ജൂനിയർ സൂപ്രണ്ടായി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നോ ജലസേചന വകുപ്പിൽ നിന്നോ വിരമിച്ചവർക്കും അപേക്ഷിക്കാം. 20,065 രൂപ പ്രതിമാസ വേതനമായി ലഭിക്കും. അപേക്ഷിക്കേണ്ട വിധം: താൽപ്പര്യമുള്ളവർ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഡിസംബർ 30 4 മണിക്ക് മുമ്പായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ്, ജില്ലാ പഞ്ചായത്ത്, പട്ടം PO, തിരുവനന്തപുരം 695004 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. ക്ലർക്ക് നിയമനം: കൊല്ലം ജില്ലയിലെ പട്ടികജാതി വികസന വകുപ്പിൻ്റെ 3 ITIകളിലേക്ക് അപ്രൻറ്റീസ് ക്ലർക്കുമാരെ നിയമിക്കും. പ്രതിമാസം 10,000 രൂപ സ്റ്റൈഫൻഡ് നിരക്കിൽ 1 വർഷ കാലയളവിലേക്കാണ് നിയമനം. പട്ടികജാതി വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. 3 ഒഴിവുകളാണുള്ളത്. യോഗ്യത: ബിരുദം, DCA, COPA മലയാളം കമ്പ്യൂട്ടിങ്ങിലെ അറിവും ഉണ്ടായിരിക്കണം. അപേക്ഷയും അനുബന്ധ രേഖകളും ജനുവരി 10 വൈകിട്ട് 5-നകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കണം. വിവരങ്ങൾക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസ്, അതത് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ്. ഫോൺ നമ്പർ 0474 27949996. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പോഷൻ അഭയാൻ പദ്ധതിയിലെ ജില്ലയിൽ ഒഴിവുള്ള ജില്ലാ കോർഡിനേറ്റർ, ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ്, IT എന്നീ വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം, ഡിപ്ലോമ, കമ്പ്യൂട്ടർ പരിജ്ഞാനം, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട്, സാങ്കേതികവിദ്യ എന്നിവയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതയുള്ളവർക്ക് ജില്ലാ കോർഡിനേറ്റർ തസ്തികയിലും, ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട്, സാങ്കേതികവിദ്യ എന്നിവയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ ഉള്ളവർക്ക് ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലും അപേക്ഷിക്കാം. പ്രായപരിധി 20 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ. അപേക്ഷിക്കേണ്ട വിധം: അപേക്ഷകർ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, ജനനത്തീയതി എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം പ്രോഗ്രാം ഓഫീസർ, ICDS സെൽ, 3-ാം നില, സിവിൽ സ്റ്റേഷൻ, കാക്കനാട്, എറണാകുളം 682030 എന്ന വിലാസത്തിൽ ജനുവരി 10 വൈകിട്ട് 5-നകം അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0484 2423 For more updates, subscribe to our channel, click the show links and enjoy watching the videos.